ഹേ ഗായ്സ്, അപ്പോൾ ലോക സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോഴേ സ്കിപ്പ് ചെയ്തോ. ഒരുപാട് സ്പോയിലേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സിനിമ വന്നിട്ട് ഒന്നുകൂടെ വന്ന് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. പിന്നെ ഇതൊരു റിവ്യൂ അല്ല, ചുമ്മാ ജസ്റ്റ് പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ അതേപോലെ പറഞ്ഞതേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്കും അത് തോന്നിയേക്കാം. ഞാൻ പറയുന്നത് 100% കറക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ തെറ്റുകൾ കാണും. സോ നിങ്ങളത് ക്ഷമിക്കുക. അപ്പോൾ ലോക സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്ന ഒരു ബാറ്റിൽ ഫീൽഡാണ്. അപ്പോൾ അവിടെയാണ് ചന്ദ്രയുടെ ക്യാരക്ടറിനെ ആദ്യമായിട്ട് കാണിക്കുന്നത്. അവിടെ ചന്ദ്രയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്, പാക്കേജ് കിട്ടിയോന്ന് ചോദിച്ചിട്ട്. അപ്പോൾ പാക്കേജ് കിട്ടിയെന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് പ്രകാശ് പറയും അവിടെ എല്ലാം ഇഷ്താറിൻ്റെ ഗ്യാങ് വളഞ്ഞിരിക്കുകയാണെന്ന്. അപ്പോൾ ആരാണ് ഇഷ്താർ? ഈ ഇഷ്താർ എന്ന് പറയുമ്പോൾ ഗ്രീക്ക് മിത്തോളജിയിലെ ഒരു ഗോഡസ് ആണ്. ഗോഡസ് ഓഫ് ലവ്, വാർ ആൻഡ് ഫെർട്ടിലിറ്റി. ഈ ഒരേ സമയം സ്നേഹത്തിനെയും യുദ്ധത്തിനെയും റെപ്രസെൻ്റ് ചെയ്യുന്ന പുള്ളിക്കാരി അണ്ടർവേൾഡ് കീഴടക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതും സ്വന്തം ഭർത്താവിനെ കൊല്ലുന്നതൊക്കെ ആയിട്ടുള്ള കഥകളൊക്കെ ഉണ്ട്. നമ്മുടെ കുഞ്ഞു നീല് ഗുഹയിൽ വെച്ചൊരു തലയില്ലാത്ത പ്രതിമ കാണുന്നുണ്ടല്ലോ, ആക്ച്വലി അത് ഇഷ്താറിൻ്റെ പ്രതിമയാണെന്ന് വെക്കാം. കാരണം ഇഷ്താറിനെ ആരാധിച്ചിരുന്ന സുമേറിയൻസിൻ്റെ ആൽഫബറ്റ്സിനോട് സെയിം ആയിരുന്നു ആ കേവിലെ കാർവിങ്സ്. ഇനി ഗ്രീക്ക് മിത്തോളജി പ്രകാരം ഇഷ്താറിൻ്റെ സിംബൽസ് ആണ് 8 പോയിന്റഡ് സ്റ്റാർ ഓർ ക്രസന്റ് മൂൺ. ക്രസന്റ് മൂൺ എന്ന് പറഞ്ഞാൽ ചന്ദ്രക്കല. ഈ നക്ഷത്രവും ചന്ദ്രക്കലയും ഒക്കെ നമുക്ക് സിനിമയിൽ പല സ്ഥലത്ത് കാണാൻ കഴിയും. ഫോർ എക്സാമ്പിൾ ചന്ദ്രയുടെ പേര്, പിന്നെ അവരുടെ ഫ്ലാറ്റിൻ്റെ താഴെയുള്ള സിത്താര ബേക്സ്. സിത്താര എന്ന് വെച്ചാൽ സ്റ്റാർ. പിന്നെ നമ്മുടെ കുഞ്ഞുനീലയുടെ നെറ്റിയിലുള്ള സിമ്പൽ, അത് സൂക്ഷിച്ച് നോക്കിയാൽ അത് 8 പോയിന്റഡ് സ്റ്റാർ ആണെന്ന് കാണാൻ കഴിയും. സോ സിനിമയുടെ തുടക്കം ഒരു ആനിമേഷൻ സീക്വൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു വെള്ള ഉടുപ്പിട്ട സ്ത്രീ അവിടെ ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലോട്ട് പതിക്കുന്നതും ഒരു ക്യാപ്സ്യൂളിൽ സൂപ്പർമാനെ പോലെ വന്ന് പതിക്കുന്നതും പിന്നെ ജനങ്ങളായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ച് പോകുന്നതായിട്ടുള്ള ഒരു സീക്വൻസ് ഇങ്ങനെ കാണിച്ചു പോകും. പക്ഷെ അവിടെ ഒന്നും ഈ അണ്ടർവേൾഡ് കീഴടക്കാൻ ടൈപ്പിലുള്ള വില്ലനസ് ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. മേ ബി ഇഷ്താർ ഭൂമി വന്നിട്ട് ജനങ്ങളെ സഹായിക്കുന്ന പോലൊക്കെ കാണിക്കും. പക്ഷേ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലാക്കി പുള്ളിക്കാരിയെ തടയുന്ന ഒരാളായിരിക്കും മൂത്തോൻ എന്ന ക്യാരക്ടർ. അപ്പോൾ അങ്ങനെ ആ ത്രെട്ട് തൽക്കാലം ഒഴിവാക്കുന്നതാണ് ഇഷ്താറിൻ്റെ തല വെട്ടിക്കളയുന്നത്. പിന്നെ മൂത്തോൻ നീലിയെ വിളിക്കുന്നത് എന്തോ അത്യാവശ്യ കാര്യത്തിനാണെന്ന് പ്രകാശ് പറയുന്നുണ്ട്. ചിലപ്പോൾ ഇഷ്താർ പുനർജീവിച്ചിട്ടുണ്ടായിരിക്കാം. ഇവരുടെ പേരിൽ തന്നെ ഒരു കണക്ഷനുണ്ട്, സൂര്യനും ചന്ദ്രനും. ഇൻ റിയൽ ലൈഫ് സൺലൈറ്റ് കൊണ്ടാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നത്. അപ്പോൾ സിനിമ വരുമ്പോൾ സണ്ണിയുടെ സഹായം കൊണ്ടാണ് ചന്ദ്രയ്ക്ക് ലാസ്റ്റ് ക്ലൈമാക്സിൽ നാച്ചപ്പയെ കീഴ്പ്പെടുത്താൻ പറ്റുന്നത്. അങ്ങനെ 1903 ഈ ചന്ദ്രയുടെ ബോയ് ഫ്രണ്ടിന് ഈ സണ്ണിയുടെ അതേ ഫേസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അന്നും ഇതേപോലെ ഒരു നാച്ചപ്പ കൊല്ലാൻ വന്നപ്പോൾ അവളെ രക്ഷിച്ചത് അന്നത്തെ സണ്ണിയായിരുന്നു. അപ്പോൾ അന്നത്തെ സണ്ണി പുനർജനിച്ചതാവാം ഇപ്പോഴത്തെ സണ്ണി. അതുമാത്രമല്ല, നമ്മുടെ ചന്ദ്രയുടെ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് ആണ്. മറ്റൊരു വീക്ക്നെസ് ആണ് സണ്ണി. അവിടെ ഉണ്ടൊരു കണക്ഷൻ. ഇനി ഈ കണക്ഷൻ അല്ലാതെ സണ്ണിക്ക് വേറെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഈ വിജയരാഘവൻ പറയുന്ന കഥയിൽ ആ രാജാവിൻ്റെ നെറ്റിയിലെ സിമ്പിൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊരു സൂര്യനാണ്. അതുമല്ല, ഈ രാജാവ് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ കയ്യിലൊരു മോതിരമുണ്ട്. ആ മോതിരത്തിൻ്റെ സെയിം ഷേപ്പിലുള്ള മോതിരം നമ്മുടെ സണ്ണിയുടെ കയ്യിലും കാണാൻ കഴിയും. ഇനി ആ ഒരു സിമ്പിൾ വേറൊരുത്തുണ്ട്. തുടക്കത്തിൽ ചന്ദ്രയെ കൊല്ലാൻ വരുന്ന അസാസിൻ്റെ യൂണിഫോമിലുണ്ട് ആ സിമ്പിൾ. സോ മേ ബി തൻ്റെ ആൾക്കാരെ കൊന്ന നീലിയോട് പകരം ചോദിക്കാൻ ഇറങ്ങുന്ന രാജാവിൻ്റെ പിൻതലമുറയിൽപ്പെട്ട ആരെങ്കിലൊക്കെ ആയിരിക്കാം സണ്ണി, അറിയില്ല. പക്ഷെ അതിൽപ്പെട്ട ഒരാളാണ് ഗജേന്ദ്രൻ. ഈ ഗജേന്ദ്രനെ സഹായിക്കുന്നത് ഇഷ്താറിൻ്റെ സഹായികളുമാവാം. അവർക്ക് വേണ്ടിയായിരിക്കും ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടത്തുന്നത്, അവർക്കുള്ള ബ്ലഡിന് വേണ്ടിയിട്ട്. ഒടിയനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ദുൽഖറാണ്. ദുൽഖറിനെ ഒരു നിഞ്ച വാരിയർ അറ്റയറിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മേ ബി ഇവർ നൂറ്റാണ്ടുകളോളം ജീവിച്ചിരുന്നതുകൊണ്ട്, അപ്പോൾ അതുകൊണ്ട് ഭൂമി മുഴുവൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരിക്കാം. ആ സമയത്ത് ജപ്പാനിൽ പോയിട്ട് നിഞ്ച കൾച്ചറൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടായിരിക്കാം ഈ ഒരു അറ്റയർ ചൂസ് ചെയ്തത്. അതേപോലെ തന്നെ നീലിക്കും ചാത്തനും ഈ ഹ്യൂമൻ അനാട്ടമിയെ കുറിച്ച് നല്ല അറിവുണ്ട്. അത് ഈ വർഷങ്ങൾ കൊണ്ട് പഠിച്ചെടുത്തായിരിക്കാം. ഇനി നിഞ്ചകളുടെ ഫൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റെൽത്ത് ഉപയോഗിച്ചിട്ടാണ്. ഇതേ സെയിം പരിപാടി തന്നെയാണ് ഒടിയനും യൂസ് ചെയ്യുന്നത്. ഈ ഒടിയനെ നമുക്ക് മിക്കവാറും ചന്ദ്രയുടെ കൂടെ കാണാം, ആ ഒരു കാലില്ലാത്ത പട്ടിയുടെ രൂപത്തിൽ. അപ്പോൾ ഈ ഒടിയന് രൂപമാറ്റം സംഭവിക്കുമ്പോൾ പൂർണ്ണമായിട്ട് ഒരു മൃഗമായിട്ട് മാറാൻ പറ്റത്തില്ല, എന്തെങ്കിലുമൊക്കെ ഒരു വൈകല്യം സംഭവിക്കും. ഇനി സിനിമയുടെ തുടക്കത്തിൽ സണ്ണിക്ക് സണ്ണിയുടെ എക്സ് ഒരു ചെവികകത്ത് പൂച്ചയെ കൊണ്ട് കൊടുക്കുന്നുണ്ട്, അത് മറ്റൊരു ഒടിയനായിക്കൂടി. പിന്നെ ചന്ദ്രയുടെ ന്യൂസ് TV വരുമ്പോൾ ആ ഒരു കറുത്ത കണ്ണട വെച്ച പയ്യനെ കാണിക്കുന്നുണ്ട്. ആ പയ്യൻ പൂച്ചയെ എടുത്ത് വെച്ചോണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സണ്ണിയുടെ മറ്റു ഫ്രണ്ട്സിനെ ആരെയും കാണിക്കുന്നില്ല. അതെന്തുകൊണ്ട് അവനെ മാത്രം കാണിച്ചു? ആ ന്യൂസ് കാണുന്നവരുടെ കൂട്ടത്തിൽ ആ പൂച്ച എടുത്തുകൊണ്ട് അവനെയും കാണിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പോലെ അവനും അറിയാൻ സത്യങ്ങളല്ല. ഈ ഹോളി ഗ്രേൽ എന്ന് വെച്ചാൽ മിത്തോളജി പ്രകാരം നിത്യയൗവനം അല്ലെങ്കിൽ ഇമ്മോർട്ടാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാണ്. ആ കപ്പിൽ വെള്ളം കോരി കുടിച്ചാൽ മരണത്തെ തോൽപ്പിക്കാന്നൊക്കെയാണ് കഥ. ഇനി നമ്മൾ ഇമ്മോർട്ടൽസിൻ്റെ ബേസ്മെൻറ്റ് ഇരിക്കുന്ന കഫേയുടെ പേരും ഹോളി ഗ്രേൽ കഫേ എന്നാണ്. അപ്പോൾ ഈ ബേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു വലിയ മോർച്ചറിയൊക്കെ ഉണ്ട്, അതിനകത്ത് ഒരുപാട് പെട്ടികളും ഉണ്ട്. അപ്പോൾ ഓരോ പെട്ടികൾക്ക് ഓരോ സിമ്പിൾ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ചില സിമ്പൽ റിപ്പീറ്റ് ആയിട്ട് വരുന്നത് കാണാൻ കഴിയും. ഫോർ എക്സാമ്പിൾ നാച്ചപ്പയുടെ ഈ സിമ്പൽ നമുക്ക് പലയിടത്തായിട്ട് കാണാൻ കഴിയും. അതിനർത്ഥം ഇതെല്ലാം ദുഷ്ടന്മാരായ ഇമ്മോർട്ടൽസിൻ്റെ ഡെഡ് ബോഡികളാണ്. അതിൽ നീലിയെ പോലെ വാമ്പേഴ്സ് വരാം, ഒടിയൻ വരാം, ചാത്തന്മാരും വരാം. ഇനി ഇവരെല്ലാം തിരിച്ചു വരുമോ? വരും.
ഇനി വരും ചാപ്റ്റർ ഇവരെല്ലാം മരണത്തെ തോപ്പിച്ച് തിരിച്ചു വരും. അതുകൊണ്ട് തന്നെയാണ് ഇവരെ ഹോളിഗ്രേ കഫേയുടെ താഴെ തന്നെ വെച്ചേക്കുന്നത്. ഇനി നമ്മുടെ വിജയരാഘവൻ ചെയ്ത ഡാനിയൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഈ നീലയുടെയൊക്കെ പാസ്റ്റ് പറയുന്ന ക്യാരക്ടറാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇതെല്ലാം തൻ്റെ കൊച്ചുമോളോട് പറയുന്ന കഥയായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരന് കൊച്ചുമോളോട് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരൻ്റെ ടേബിളിൽ കൊച്ചിൻ്റെ ഫോട്ടോ ഒക്കെ കാണാം. ഇനി നാച്ചപ്പയെ കാണാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പുള്ളിക്കാരൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നാച്ചപ്പയുടെ ബ്ലഡ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. മിക്കവാറും ആ ബ്ലഡ് കൊണ്ടുപോയി കൊച്ചിന് കൊടുത്തിട്ട് കൊച്ചിനെ സേവ് ചെയ്യാനുള്ള പരിപാടിയായിരിക്കും. പക്ഷേ ചന്ദ്ര പറയുന്നുണ്ട് ഒരു ഹെൽത്തി ബോഡിയിൽ മാത്രമേ ഈ വൈറസ് വർക്ക് ആവുള്ളൂ എന്ന്. ഇനി അഥവാ വർക്കായാൽ തന്നെ ഇനി വരാൻ പോകുന്ന വാറിൽ ചന്ദ്ര മരിക്കുകയും ഈ കൊച്ചായിരിക്കും നെക്സ്റ്റ് നീലി. കത്തനാർ രണ്ടുപേരെ തടയ്ക്കാൻ വേണ്ടി നീലിയുടെ സഹായം ചോദിക്കുന്നതായിട്ട് സിനിമയെ കാണിക്കുന്നുണ്ട്. അതിലൊരാളായിരുന്നു ചാത്തൻ, മറ്റേ ആൾ ഒടിയാനായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഈ രണ്ടുപേര് ഈ ചന്ദ്രയെ ചുറ്റിപ്പറ്റി നടക്കുന്നത്. ഇനി പോസ്റ്റ് ക്രെഡിറ്റിൽ ചാത്തൻ തന്നെ പറയുന്നുണ്ട് എന്നെപ്പോലെ ഇരിക്കുന്ന 389 കൂടപ്പിറപ്പുകൾ കൂടെ ഉണ്ടെന്ന്. ആക്ച്വലി തൃശ്ശൂർ ജില്ലയിലെ പെരുങ്ങോട്ടുകാരെ വിഷ്ണുമായ അമ്പലത്തിൽ 389 ചാത്തന്മാരെ ആരാധിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റെഫറൻസ് ആയിരിക്കും ഈ പറഞ്ഞ 389 കൂടപ്പിറപ്പുകൾ. ഇനി ചാത്തനെ അഭിനയിച്ച ടോവിനെ ആണെങ്കിലോ തൃശ്ശൂർക്കാരൻ. വാട്ട് എ കോയിൻസിഡൻസ്. പക്ഷേ ഈ ചാത്തന്മാർ നല്ലവരും ഉണ്ട് കെട്ടവരും ഉണ്ട്. ഈ കെട്ടവർ കുറച്ച് പേരായിരിക്കും ഹോളിഗ്രേ കഫേയുടെ താഴെ അടക്കിയേക്കുന്നത്. ബാക്കിയുള്ളവർ മൂത്തോൻ്റെ ഗ്യാങ്ങിനെ പേടിച്ച് ഒളിച്ചിരിക്കുകയായിരിക്കും ഇഷ്ടാറിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി. എല്ലാവർക്കും അറിയാം മൂത്തോൻ മമ്മൂക്കയാണെന്ന്. പക്ഷേ ഇൻട്രോ ആനിമേഷനിൽ ഒരാൾ മനുഷ്യർക്ക് തീ കൊടുക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. മേ ബി അതായിരിക്കാം മൂത്തോൻ. കൂടെ തന്നെ ഇഷ്ടാറിനെയും കാണിച്ചിട്ടുണ്ട്. മേ ബി ഇവർ രണ്ടുപേരും സെയിം പ്ലാനറ്റിൽ നിന്ന് വന്നതായിരിക്കാം. മേ ബി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. മേ ബി ഒരു പോയിന്റിൽ ഇഷ്ടാറിന് ഭൂമി കിഴക്കാൻ തോന്നിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ മൂത്തോൻ അത് തടഞ്ഞിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇവർ രണ്ടുപേരും രണ്ട് ഗ്യാങ് ആയിട്ട് മാറിയത്. അതുകൊണ്ടായിരിക്കാം രണ്ട് ഗ്യാങ്ങിനും സെയിം ആനയുടെ സിമ്പൽ. പിന്നെ തുടക്കത്തിൽ പ്രകാശ് ചന്ദ്രയെ വിളിക്കുമ്പോൾ ഇതേപോലെ മൂത്തോൻ ഇപ്പോഴും ചന്ദ്രയെ മോളെ പോലെയാണെന്ന് പറയുന്നുണ്ട്. അതിനർത്ഥം ആ ഫോൺ വിളിക്കുന്ന സമയത്ത് മൂത്തോനുമായിട്ട് ചന്ദ്ര തെറ്റിയെന്നല്ലേ. അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന ചാപ്റ്ററിൽ ചന്ദ്ര ഒരു പോയിന്റിൽ ഇഷ്ടാറിൻ്റെ സൈഡ് പിടിക്കുകയും പിന്നെ തിരിച്ച് മൂത്തോൻ്റെ സൈഡിലേക്ക് വരുന്നതും കാണാൻ കഴിയും. അങ്ങനെയായിരിക്കും ചന്ദ്രയെ കൊല്ലാൻ വേണ്ടി ഇഷ്ടാർ അസാസിനെ വിടുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ ഡീകോഡ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ ശരിയാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നിയ കാര്യങ്ങളൂടെ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം. ബൈ.